ഹലോ മക്കളെ, വിങ്സ് അക്കാദമിയുടെ അടുത്തൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ 8ാം ക്ലാസ്സിന്റെ ഹിന്ദിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി അതിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മളെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസും അതുപോലെ ആ പാഠമൊക്കെ ചെറുതായിട്ട് പറഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻ ആണ്, 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റൻ ആണ്. കവിതയുടെ ടിപ്പണി എഴുതുക. ടിപ്പണി എന്ന് പറഞ്ഞാൽ അറിയാലോ, ടിപ്പണി എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയം. കവിതയുടെ ആശയം എഴുതുക. നമ്മളൊരു ചെറിയൊരു കവിത പഠിച്ചു, ചെറുതല്ല, ഇച്ചിരി വലുതാണ്, എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു കവിത പഠിച്ചു. ആ കവിതയുടെ എക്സസൈസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ്. പിന്നെ വരാൻ പോകുന്ന 4 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റൻ ആണ്. എന്ത് ഷുവർ ക്വസ്റ്റൻ ആണ്? ഇതിൽ യാതൊരുവിധ ഇതും ഇല്ല, എന്തായാലും ഇത് വന്നിരിക്കും. ഷുവർ ക്വസ്റ്റൻ ആണ്. പേഡ് എന്ന് പറയുന്ന കവിതയുടെ ടിപ്പണി ലിഖേ അല്ലെങ്കിൽ ഭാവ് ലിഖേ അല്ലെങ്കിൽ ആശയ ലിഖേ 3 തരത്തിലും ചോദിക്കാം. 3 തരത്തിൽ ചോദിച്ചാലും എന്താണ്? ഒന്ന് തന്നെയാണ്. ഒന്നില്ലെങ്കിൽ ആശയം എഴുതാൻ പറയും, അല്ലെങ്കിൽ എന്ന് പറയും ഭാവ് എഴുതാൻ പറയും, അത് അല്ലെങ്കിൽ ടിപ്പണി എഴുതാൻ പറയും. ടിപ്പണി എന്നാണ് കൂടുതൽ മോസ്റ്റ് ആയിട്ട് ചോദിക്കാറ്. ഇനി ഇങ്ങനെ 3 തരത്തിൽ ചോദിച്ചാലും എന്താണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? ആസ്വാദനക്കുറിപ്പ്. അതായത് കവിതയുടെ ആസ്വാദനക്കുറിപ്പ്. ചെറിയൊരു ആസ്വാദനക്കുറിപ്പാണുള്ളത്. നമുക്കറിയാം, പേട് എന്ന് പറഞ്ഞ കവിത നമ്മൾ പഠിച്ചതാണ്. എന്താണ് പേട് എഴുതിയിരിക്കുന്ന ആളാരാണ്? പേട് എന്ന് പറഞ്ഞ കവിത എഴുതിയിരിക്കുന്ന ആളുടെ പേരെന്താണ്? സുശീൽ ശുക്ൽ എന്ന് പറഞ്ഞ ആളാണ് നമ്മളുടെ പേട് എന്ന് പറഞ്ഞ കവിത എഴുതിയേക്കുന്നത്. അതൊരു കവിതയാണ്. കിസ്വിതാക്കി രചനാഹേ, പേട് കിസ്വിതാക്കി രചനാഹേ. ഏത് വിധത്തിലുള്ള രചനയാണ്? അതൊരു കവിതയാണ്. പേട് കാ രചയിത കോൻ ഹേ? അതിന്റെ രചയിതാവ് ആരാണ്? അത് സുശീൽ ശുക്ല ജിയാണ്. സുശീൽ ശുക്ല എന്ന് പറഞ്ഞ ആളാണ് എഴുതിയിരിക്കുന്നത്. അതൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കുറച്ചുള്ളൂ, വളരെ കുറച്ചുള്ളൂ. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ 4 മാർക്ക് നിങ്ങൾ കിട്ടും. കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഫസ്റ്റത്തെ വരെ ടീച്ചർ പറയാം. ഒന്നുകൂടി ആ ചാപ്റ്റർ ഒന്ന് പറയുകയാണെങ്കിൽ എന്താണ്? പേടിനെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? തയ്യൽക്കാരനോട്. തയ്യൽക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർജിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. പേടിനെ ഒരു തയ്യൽക്കാരനായിട്ട് സൈഡിൽ എടുത്തിങ്ങാണ്ട് പുള്ളിക്കാരൻ ഇഷ്ടത്തിന് കവിത എഴുതി വിട്ടേക്കാണ്. അതിനകത്ത് എന്തിനൊക്കെ തുന്നെന്ന് പറഞ്ഞു? ഗോസലെ കിളിക്കൂടിനെ തുന്നെന്ന് പറഞ്ഞു. പിന്നെന്താ? ഹവായെ കാറ്റിനെ തുന്നെന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? ധൂപ് വെയിലിനെ തുന്നെന്ന് പറഞ്ഞു. പിന്നെ മിട്ടി, രംഗ്, പാനി, ഹവായെ. പിന്നെന്തൊക്കെയാണ്? ഫൂല്. ഇതിനൊക്കെ തുന്നിച്ചേർക്കുന്ന് പറഞ്ഞിട്ടുണ്ട്. ആര് തുന്നിച്ചേർക്കുന്നു? മരം തുന്നിച്ചേർക്കുന്നത്. മരത്തിന് എന്താ ഹിന്ദിയിൽ പറയാ? പേട് എന്നാണ് പറയാ, അല്ലെ? അതായത് ഇതുണ്ടെങ്കിൽ, ഈ മരം ഉണ്ടെങ്കിൽ, മരം ഒരു വരം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? പണ്ടേ പഠിച്ചിട്ടില്ലേ? മരം ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ കവിതയുടെ ടിപ്പണി കൂടി വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് വരി, ഹിന്ദി കി ഏക് പ്രമുഖ കവി സുശീൽ ശുക്ല ജി കി ഏക് ചോട്ടി കവിത ഹെ പേട്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എല്ലാ ടിപ്പണിയും പഠിക്കുന്ന ഫസ്റ്റ് വരികളാണ് കൊടുത്തിരിക്കുന്നത്. ഹിന്ദി കി ഏക് പ്രമുഖ കവി, ഹിന്ദിയിലെ ഒരു പ്രമുഖനായ കവി, പ്രമുഖ കവി സുശീൽ ശുക്ലജിക്ക്. ആരുടെയാണ്? സുശീൽ ശുക്ലജിയുടെ ഏക് ചോട്ടി കവിത ഹി, ഒരു ചെറിയൊരു കവിതയാണ് എന്ത്? പേഡ് എന്ന് പറയുന്നത്. ഇൻവെർട്ടർ കോമയില് കൊടുക്കുക. കവിതയുടെ പേര് ഇൻവെർട്ടർ കോമയില് കൊടുക്കുക. ഫസ്റ്റ് ഇപ്പൊ തന്നെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എന്താണ്? ഹിന്ദി കി ഏക് പ്രമുഖ കവി സുശീൽ ശുക്ലജിക്ക് ഏക് ചോട്ടി കവിത ഹേ പേഡ് എന്ന് പറഞ്ഞത് കൊടുക്കുക. ഫസ്റ്റത്തെ വരി ഇതാണ് കേട്ടോ. അതിന് എത്ര കവിത പഠിച്ചാലും ഫസ്റ്റ് വരി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഓദറിന്റെ പേര് മാറും, ഏതാണോ ടിപ്പണി അല്ല കവിത ഏതാണോ അതിന്റെ പേര് മാറും, അത്രേ ഉള്ളൂ. ഇസ് കവിത മേ പേട് കോ ഏക് ദർജി കെ രൂപ മേ ചിത്രം കർത്താ ഹേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കവിതയിൽ പേടിനെ, പേടെന്ന് പറഞ്ഞാൽ മരം, മരത്തിനെ എന്തായിട്ടാണ് ചിത്രം ചെയ്യുന്നത്? ദർജി കെ രൂപമേ, തയ്യൽക്കാരന്റെ രൂപത്തിലാണ് ചിത്രം കർത്താ ഹേ, തയ്യൽക്കാരന്റെ രൂപത്തിലാണ് ചിത്രീകരിക്കുന്നത്. ഫസ്റ്റ് ഒരു സിമ്പിൾ അല്ലേ? ഈ കവിതയില് എന്താണ്? ഇസ് കവിതാമേ പേട് കോ, മരത്തിനെ, ഏക് ദർജി കെ രൂപമേം, ഒരു ദർജി എന്ന് പറഞ്ഞാൽ എന്താ? ടൈലർ, തയ്യൽക്കാരൻ അങ്ങനെയൊക്കെ പറയും. തയ്യൽക്കാരന്റെ രൂപത്തിലാണ് ചിത്രം ചെയ്യുന്നത്. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് പാരഗ്രാഫ്. ജിസ് പ്രകാർ ഏക് ദർജി സുന്ദർ കപ്പടെ സിൽത്തെ ഹേ ഉസി പ്രകാർ പ്രകൃതി भी सभी तत्वों मिट्टी, पानी और हवा को मिलकर हमें सुंदरता और ജീവൻ പ്രദാൻ കർത്തേ ഹേ. വലിയൊരു വരിയാണ്, ഭയങ്കര സിമ്പിൾ ആണ്. പക്ഷെ ജിസ് പ്രകാർ ഏക് ദർജി, എങ്ങനെയാണോ ഒരു ദർജി, ജിസ് പ്രകാർ എന്ന് പറയണെങ്കിൽ എങ്ങനെയാണോ, ഏത് വിധത്തിലാണോ എന്നൊക്കെ പറയണേ. എങ്ങനെയാണോ ഏക് ദർജി, ഒരു തയ്യൽക്കാരൻ എന്ത് സുന്ദർ കപ്പടെ, മനോഹരമായ വസ്ത്രങ്ങൾ, നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങള്, സിൽത്തേഹേ തുന്നുന്നത്. എങ്ങനെയാണോ ഒരു തയ്യൽക്കാരൻ സുന്ദർ കപ്പടെ സിൽത്തേഹേ ഉസി പ്രകാർ അതുപോലെയാണ് എന്ത്? പ്രകൃതി ബി, പ്രകൃതിയും എന്ത്?
അത് എങ്ങനെയാണ് ഒരു തയ്യൽക്കാരൻ നല്ലൊരു വസ്ത്രം തുന്നുന്നത്, അതുപോലെ തന്നെയാണ് പ്രകൃതിയും എന്തുണ്ടാക്കുന്നത്, സബി തത്വവും എല്ലാ തത്വങ്ങളും, മിട്ടി മണ്ണും, പാനി വെള്ളവും, ഓർ ഹവ ഹവ എന്ന് വെച്ചാൽ കാറ്റും ഇതൊക്കെ മിൽക്കർ, ഇതെല്ലാം കൂടിക്കൊണ്ട് നമുക്കൊരു സുന്ദരമായിട്ടുള്ള ജീവിതം തരുന്നത്. മനസ്സിലായോ? ഭയങ്കര സിമ്പിൾ ആണ്. അതായത് എങ്ങനെയാണ് ഒരു തയ്യൽക്കാരൻ ഒരു ഡ്രസ്സിൽ ഇങ്ങനെ തയ്ച്ചു കൂട്ടുന്നത്, അതുപോലെയാണ് പ്രകൃതി എല്ലാ കാര്യങ്ങളും കൊണ്ട്. ഏതൊക്കെ തത്വങ്ങളുള്ളത്? മിട്ടി, പാനി, ഹവ. മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ്, പാനി എന്ന് പറഞ്ഞാൽ വെള്ളം, ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്, മിൽക്കർ. ഇതിനെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഹമേക്ക് സുന്ദർ ജീവൻ, നമുക്ക് നല്ലൊരു സുന്ദരമായ ജീവൻ പ്രദാനം ചെയ്യുന്നത്. ഭയങ്കര സിമ്പിൾ വരിയല്ലേ? വളരെ ഇച്ചിരി വലിയ വരികയാണെന്നുള്ളൂ, പക്ഷെ സംഭവം ഭയങ്കര സിമ്പിൾ ആണ്. അടുത്ത വരി, पेड़ एक സമ്പൂർണ്ണ നയെ സംസാർ കാ നിർമ്മാൺ കർത്തി ഹേ. മരം ഒരു സമ്പൂർണമായ പുതിയ ലോകത്തെയാണ് സൃഷ്ടിക്കുന്നത്, അല്ലേ? മരം എപ്പോഴും വെച്ച് പിടിപ്പിക്കുന്നതിന്റെ പരിസ്ഥിതി ദിനം ജൂൺ 5 വരുമ്പോ മാത്രം എല്ലാവരും എന്ത് ചെയ്യും? മരം വെച്ച് പിടിപ്പിക്കും. അത് കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു പോകാല്ല, അതവിടെ കരിഞ്ഞു പോകും. പക്ഷെ മരം എപ്പോഴും വെച്ച് പിടിപ്പിക്കണം. അതായത് മരം നമുക്ക് ശരിക്കും നമ്മളുടെ ഒരു സറൗണ്ടിങ്സിന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ആരാണ്? മരമാണ്. അതുകൊണ്ടാണ് മരത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്തിട്ട് അദ്ദേഹം ഈ കവിത എഴുതിയിരിക്കുന്നത്. ആരാണ് അദ്ദേഹം? സുശീൽ ശുക്ലജി. ഓക്കെ, സുശീൽ ശുക്ലജിയുടെ നല്ല അടിപൊളി ഒരു കവിതയാണ് പേഡ് എന്ന് പറയുന്ന കവിത. നമ്മള് ടിപ്പണി എഴുതുമ്പോ ഫസ്റ്റ് ഒന്ന് ടീച്ചർ പറയാണ്, ടിപ്പണി എഴുതുമ്പോ ടിപ്പണിന്റെ ഹെഡിങ് കൊടുക്കുക, മോളിൽ ഹെഡിങ് കൊടുക്കുക, പിന്നെ എന്ത് വേണം? ടിപ്പണിക്ക് നല്ലൊരു ഹെഡിങ് വേണം. നമ്മുടെ ടീച്ചർ കൊടുത്തിരിക്കുന്നത് പേഡ് ജീവൻ അസ്തിത്വ, അതായത് മരം ജീവന്റെ അസ്തിത്വമാണ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു ഏതെങ്കിലും ഹെഡിങ് കൊടുത്തിട്ട് വേണം നിങ്ങൾ ടിപ്പണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അടുത്ത വരി, ഇസ് കവിതാമേം കവിനെ പ്രകൃതി കാ സൗന്ദര്യ और विविधता का चित्रण किया है. ഈ കവിതയിൽ കവി എന്താണ്? ഇസ് കവിതാമേം കവിനെ പ്രകൃതിയുടെ സൗന്ദര്യത്തെയും ഓർ വിവിധത, അതായത് വിവിധത എന്ന് പറഞ്ഞെങ്കിൽ വിവിധമായ കാര്യങ്ങൾ കൊണ്ട് നമ്മളുടെ ഭൂമി നിറഞ്ഞിരിക്കുകയാണ്, അല്ലെ? പ്രകൃതിയുടെ സൗന്ദര്യം വർണ്ണിച്ചാൽ തീരാവുന്നതാണോ? അല്ല. അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ സൗന്ദര്യവും അതിന്റെ വിവിധതയും കൊണ്ട് എന്താണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. എന്തൊക്കെയാ നമുക്ക് കാണിച്ചു തന്നെ? കിളിക്കൂടുണ്ടെന്ന് പറഞ്ഞു, വെയിലുണ്ടെന്ന് പറഞ്ഞു, കാറ്റുണ്ടെന്ന് പറഞ്ഞു, പിന്നെന്താണ്? മണ്ണുണ്ട്, ആകാശമുണ്ട്, വെള്ളമുണ്ട്, നിറമുണ്ട്, നിറങ്ങൾക്ക് നല്ല മണമുണ്ട്, നിറങ്ങൾക്ക് ആ നിറങ്ങൾ കൊണ്ട് നല്ല പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. അതിനെന്താണ്? നല്ല മണമുണ്ട്. ആ മണമുള്ള പൂക്കൾ കൊണ്ട് എന്തുണ്ടാക്കുന്നുണ്ട്? നല്ല കമ്പിളി വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ? പിന്നെ നല്ല ആം എന്ന് പറയുന്നത് എന്താ? മാങ്ങയ്ക്ക് മാങ്ങയുടേതായ രുചി നൽകുന്നുണ്ട്. ജാമുൻ എന്ന് പറഞ്ഞാൽ ഞാവൽപ്പഴത്തിന്റേതായ രുചി നൽകുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആര് പോയിരിക്കുന്നത്? കവി പോയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് പ്രകൃതിയുടെ പൂർണ്ണമായ സൗന്ദര്യവും പൂർണ്ണമായ വിവിധതയും നമുക്ക് അദ്ദേഹം കാണിച്ച് തരുന്നുണ്ട്. അടുത്ത വരി, ये कविता हमें सिखाते हैं कि पेड़ सिर्फ लकड़ी या फल देने वाला नहीं. ഈ കവിത നമ്മൾക്ക് കാണിച്ചു തരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേട് എന്ന് വെച്ചാൽ മരം എന്താണ്? സിർഫ്, അതായത് വെറും എന്തല്ല മരം വെറും ലക്കടി എന്ന് പറഞ്ഞാൽ മരത്തടി എന്നൊക്കെ പറയില്ലേ? മരത്തിന്റെ തടി. നമ്മൾ ഏറ്റവും കൂടുതൽ മരം ഉപയോഗിക്കണതിനാ കട്ട്ള വയ്ക്കാനും ജനൽ വയ്ക്കാനൊക്കെ ആയിരിക്കും, അല്ലെ? അതിൽ കൂടുതൽ വലിയ ഉപകാരം നമുക്ക് ഉപകാരമുണ്ട്, പക്ഷെ നമ്മളതിന് ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ലക്കടി എന്ന് വെച്ചാൽ മര കഷ്ണം, മരത്തടി മാത്രമല്ല മരം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴ വരുന്ന, അതായത് ചക്കയും മാങ്ങയും പേരക്കയൊക്കെ തരുന്ന വെറും ഒരു വൃക്ഷം മാത്രമല്ല മരം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് തടി തരുന്ന ഇത് മാത്രമല്ല മരം എന്ന് പറഞ്ഞെങ്കിൽ അതിന് പ്രകൃതിയിൽ ചെയ്തു കൂട്ടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അതിനെ അനുവദിക്കാറില്ല എന്ന് മാത്രം. ദേനെ വാല നെഹി, അതായത് യഹ് കവിത ഹമേ സിക്കാത്തെ ഹേ കി പേട് സിർഫ് ലക്കടി, മരത്തടി തരുന്നതും അല്ലെങ്കിൽ ഫലം തരുന്നതും മാത്രമല്ല, ബൽക്കി വഹ് പ്രകൃതി കാ സംരക്ഷക ഹേ. മരം ആരാണ്? പ്രകൃതിയുടെ സംരക്ഷകരാണെന്നാണ് പറയുന്നത്. അതായത് നമ്മൾക്ക് മരക്കഷ്ണം തരുന്ന ആള് മാത്രം, നമുക്ക് കട്ട്ലയും ജെല്ലും തരുന്ന ആള് മാത്രമല്ല മരം. അല്ലെങ്കിൽ ആമും, അതായത് ആമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങയും ഈ ജാമുനും ചക്കയും ഒക്കെ തരുന്ന ആള് മാത്രമല്ല മരം എന്താണ്? നമ്മുടെ പ്രകൃതിയുടെ സംരക്ഷകനാണ്. ഇത്രയും പറഞ്ഞിട്ട് അടുത്ത വരിട്ടാ. അടുത്തത് കഴിഞ്ഞു. ഇനി ഭയങ്കര സിമ്പിൾ ആണ്. രണ്ടുപേരും കൂടി കഴിഞ്ഞ സംഭവം കഴിഞ്ഞു. നോക്ക്, ആജ്കൽ മനുഷ്യ ബഹുത്ത് സാരെ പേട് കാച്ചാത്ത ഹേ. ഈ കാലയളവിലായിട്ട് മനുഷ്യൻ എന്താണ്?
ഒരുപാട് മരങ്ങൾ വെട്ടിക്കളയുന്നുണ്ട് ഇല്ലേ? നമ്മൾ തന്നെ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന റോഡ് പണിയും കാര്യങ്ങളൊക്കെയാണ്, മരങ്ങളൊക്കെ വെട്ടി പോകുന്നുണ്ട്. ലേക്കിൻ നയേ പേട് പുതിയ, നയേ എന്ന് പറഞ്ഞെങ്കിൽ പുതിയ, പുതിയ പേട് ലഗാനേക്കോ കോയി തയ്യാർ നഹി. പുതിയ മരം വെക്കാനായിട്ട് ആർക്കും എന്താണ് ഒരു ഉത്സാഹമില്ല. മരം വെട്ടാൻ നല്ല ഉത്സാഹമാണ്, പക്ഷെ എന്താണ് വെച്ചുപിടിപ്പിക്കാനായിട്ട് യാതൊരു ഉത്സാഹം ഒരാളും കാണിക്കാറില്ല. ആജ്കൽ മനുഷ്യ ബഹുത് സാരേ പേട് കാട്ട് ജാത്താ ഹൈ. എല്ലാവരും പേട് ഇങ്ങനെ കാട്ട് ജാത്താ ഹൈ എന്ന് പറയുന്ന കട്ട് ചെയ്ത് കളയാണ്. മനുഷ്യരിങ്ങനെ ഒരുപാട് പേട് കട്ട് ചെയ്ത് കളയാണ്, പക്ഷെ പുതിയതൊന്നും വെച്ചുപിടിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള മട്ടിലാണ്. പേട് ഹമാരി അസ്തിത്വ കെ ലിയേ ആവശ്യക ഹേ. പേട് എന്താണ്? അത്യാവശ്യക ഹേ. പേട് നമ്മളുടെ അസ്തിത്വത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മരം അത്യാവശ്യമാണ്. കുറെ ബിൽഡിങ്ങും കുറെ റോഡും കുറെ സാധനങ്ങളും കെട്ടിപ്പോയിക്കൊണ്ട് മാത്രം കാര്യമില്ല, വികസനം എന്നുള്ളത് മാത്രം കാര്യമില്ല. നമുക്ക് എന്ത് വേണം? മരം ഉണ്ടെങ്കിൽ ശരിയായ ജീവിതം, നല്ലൊരു സന്തുലിതാവസ്ഥയിലുള്ള ഭൂമി പോകാൻ പറ്റുള്ളൂ. ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു മഴയും കാറ്റും ഒക്കെ കിട്ടുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്ലിയേ പേട് കാ സംരക്ഷൺ കർണ ഹമാരാ കർത്തവ്യ. അതുകൊണ്ട് തന്നെ പേടിനെ സംരക്ഷിക്കുക എന്നുള്ളത്, മരത്തിന്റെ സംരക്ഷണം ചെയ്യുക എന്നുള്ളത് നമ്മളുടെ കർത്തവ്യമാണ്, നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ടിപ്പണി അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഈസ് കവിതാമേ കവിനെ സരൽ ഭാഷ കാ പ്രयोग किया है. ഈ കവിതയിൽ എന്താണ്? എപ്പോഴും പറയുന്ന പോലെ തന്നെ കവി എന്താണ്? സരൽ ഭാഷ, സരൽ, സരൽ എന്ന് വെച്ചാൽ എന്താണ്? ഈസി, ഈസി ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈസി ലാംഗ്വേജ്, അതായത് ഈസി ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സരൽ ഭാഷ കാ പ്രयोग किया है. ഈസി ലാംഗ്വേജ് കാ പ്രयोग किया है. വളരെ സരളമായ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യഹ് ബഹുത് സുന്ദർ കവിത. ഇത് വളരെയധികം സുന്ദരമായിട്ടുള്ള ഒരു കവിതയാണ്. ശരിയാണ്, വളരെ സുന്ദരമായിട്ടുള്ള ഒരു കവിതയാണ്. കാരണം മരത്തിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. 8ാം ക്ലാസ്സിലെ കുട്ടികളോട് മരത്തിനെ കുറിച്ച് പറഞ്ഞു തരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം. കുറെ നാൾ കഴിയുമ്പോഴെങ്കിലും ഒരു മരമെങ്കിലും വെച്ച് അത് നന്നായിട്ട് വളർത്താനുള്ള ഒരു ജിജ്ഞാസ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരാനാണ് നമ്മുടെ സുശീൽ ശുക്ലജി ഇത്രയും നല്ലൊരു കവിത നമുക്ക് തന്നിരിക്കുന്നത്. നല്ലൊരു അടിപൊളി കവിതയാണ്. കവിതയിൽ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാം. ടിപ്പണി നിർബന്ധമായിട്ടും പഠിക്കുക. ഈ ടിപ്പണി പഠിക്കാൻ മാത്രമല്ല ജീവിതത്തിലും ഉപയോഗിക്കുക. അതായത് മരമൊന്നും കട്ട് ചെയ്യാതെ, മരം കട്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു മരമെങ്കിലും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, അതിനെ വളർത്താനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളുടെ ഭൂമിയുടെ ഒരു സന്തുലിതാവസ്ഥയ്ക്ക് അത് വളരെയധികം അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജീവിക്കാം. പിന്നെ നിങ്ങൾക്ക് വരുന്ന ഈ ചാപ്റ്ററിൽ വരുന്ന എല്ലാ എക്സസൈസുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതെല്ലാം നോട്ടിൽ ചെയ്തെടുത്തിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടിപ്പണി കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. 4 മാർക്കിന് ഷുവർ ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് ആണ്. 1 വേർഡ് ക്വസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മെസ് ദ ഫോളോയിങ്ങും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ടിപ്പണി നല്ല മിടുക്കന്മാരായിട്ട് പഠിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.